ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം പാതിരാ സമയം മദീനയിലെ കൂരിട്ടുള്ള ഒരു പാതിരാ സമയം ഞാനും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിഴല് പോലെ ഖിദ്മത്ത് ചെയ്ത പ്രിയപ്പെട്ട പൊന്നുമോനാണ് അനസ്. അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് എഴുന്നേറ്റാലും വെള്ളവുമായിട്ട് അനസ് കൂടെയുണ്ട്. പാതിരാ സമയത്ത് ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം തന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തോട്ടിറങ്ങി. ആ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ തിരിച്ചു വരുമ്പോ ആ സമയത്ത് ഞാൻ വുളൂ ചെയ്യാനുള്ള വെള്ളവുമായിട്ടിരിക്കുകയാ. മദീനയിലെ നിശബ്ദമായൊരു പാതിരാ സമയം. ആ പാതിരാ സമയത്ത് ഞാനും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പ്രവാചകന് പ്രാഥമിക ആവശ്യങ്ങൾ തിരിച്ചു വരുമ്പോ മദീനയിലെ രാത്രി നിശബ്ദമാണ്. വുളൂ എടുക്കാനുള്ള വെള്ളവുമായി ഞാൻ ഹബീബായ നബിയുടെ ചാരത്ത് ചെല്ലുമ്പോ ആ സമയത്ത് അങ്ങനെ നിശബ്ദമായ മദീനയിൽ എവിടെ നിന്നോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ശബ്ദം കേട്ടു. എവിടെ നിന്നോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നീ ബിമാ അനാമാ യുനജീനി ബിമാ ഖൗഫ്തനി. ആരാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല. പാതിരാ സമയത്ത് മദീനയുടെ തെരുവോരത്തിൽ കണ്ട ഒരു അത്ഭുതമാണിത്. അത്ഭുതമേ മദീന, ആനന്ദമേ മദീന, ആബിയമേ മദീന, അഭിലാഷമേ മദീന, അഭിവാദേ മദീന, ഖുബാ തെരീ ഗലീമേ വൗഖറാ തെരീ ഗലീമേ. എല്ലാ അത്ഭുതവും അങ്ങയുടെ പട്ടണത്തിലല്ല തിരുദൂതരെ. എല്ലാ അനുഗ്രഹവും എല്ലാ ദുനിയാവും ആഖിറവും ഞങ്ങൾ കണ്ടത് മദീനയിലാണ്. മദീന കാണാത്ത അത്ഭുതമുണ്ടോ? മദീന പറയാത്ത രഹസ്യങ്ങളുണ്ടോ? രഹസ്യത്തിന്റെ കവാടം തുറന്ന അത്ഭുത നാഗരിക നഗരിയേ മദീന. മദീനയിൽ പാതിരാ സമയത്ത് എവിടെ നിന്നോ ഒരു ദുആ കേൾക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വുളൂ ചെയ്യാൻ പോവുകയാ. അല്ലാഹുമ്മ ഇന്നി അലാ മാ യുനജീനി ബിമാ ഖൗഫ്തനി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഏത് കാര്യങ്ങളെ ഭയപ്പെടണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, ആ കാര്യങ്ങളെ ഭയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. വല്ലാത്തൊരു ദുആയാണ്. മക്കൾക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല. പാതിരാ സമയത്ത് അല്ലാഹുവേ, ഏതൊക്കെ കാര്യത്തെ ഭയന്ന് ജീവിക്കണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, ആ കാര്യത്തെ ഭയന്ന് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ അല്ലാ. ഈ ദുആ കേൾക്കേണ്ട താമസം ആരാണ് പറയുന്നതെന്നറിയില്ല. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ലൗ ദഅല്ലതി തലിഹാ. ആ ദുആ ചെയ്ത ആൾ, ആ ദുആ മാത്രമല്ല അതിനുശേഷം വേറൊരു ദുആ കൂടിയുണ്ട്. അതുകൂടി ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാ, ആരാണ് ദുആ ചെയ്യുന്നതെന്നറിയില്ല, ആളെ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ അതിനുശേഷം ഒരു ദുആ കൂടിയുണ്ട്. അതുകൂടി അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടിന്റെ രഹസ്യങ്ങൾ അറിയുന്ന മഹാന്മാരുടെ സംഗമമാണ്. പരമരഹസ്യത്തിന്റെ കലവറ വന്ന മഹാന്മാരുടെ സംഗമം സംഭവിച്ച മണ്ണേ മദീന. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ മനസ്സിൽ ദുആ ചെയ്ത വഫഖല്ലാഹു അലാ ഹാദത്തായില്ലത്തെ. ആ ദുആ ചെയ്ത മനുഷ്യനാരെങ്കിലും ഹബീബായ നബി തങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ ദുആ കൂടി ചെയ്യാൻ ആ മനുഷ്യനെങ്ങാനും തോന്നിയിരുന്നെങ്കിൽ ഞാൻ അടുത്തിരുന്ന് ആഗ്രഹിച്ചു പോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ ദുആ ചെയ്യാൻ ആ മനുഷ്യന് തോന്നിയിരുന്നെങ്കിൽ ഞാനങ്ങനെ മനസ്സിൽ ചിന്തിച്ചില്ല. അതിനപ്പുറം അയാൾ പറയാൻ തുടങ്ങിയത്രേ, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക സൗക സാരിഖീ. അല്ലാഹുവേ, ഏതൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കണമെന്നാണോ നീ ഞങ്ങളോട് പറഞ്ഞത്, അതാഗ്രഹിച്ച മഹാന്മാരുടെ പാതയിലേക്ക് നീ എന്നെ എത്തിക്കണേ അല്ലാ.
ഹബീബായ നബി തങ്ങൾ ഏതാണോ മനസ്സിലാഗ്രഹിച്ചത് ആ ദുആയും അയാൾ ചെയ്തു അത്രേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അനസ് 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 ആ വെള്ളം അവിടെ വെക്ക് അനസ്. എന്നിട്ട് ആ ഇരുട്ടിൽ നിന്ന് ദുആ ചെയ്യുന്ന മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് പറ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്യാൻ. വതഅലാ ഉമ്മതിഹി അലാ മാ ഖുദൂഹു ബിമാ ആതാഹുമുല്ലാഹ്. ഹബീബായ നബിയുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയേ. അകലാടുകാരെ, എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ഉമ്മത്തിന് വേണ്ടി, ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിന് വേണ്ടി അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ, അള്ളാഹ് പറഞ്ഞതുപോലെ അവർക്കൊന്ന് നടക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ അനസേ. അനസ് റളിയല്ലാഹു തആല വദുവെടുക്കുന്ന വെള്ളം താഴെ വെച്ചു. ആ മദീനയുടെ പാതിരാത്രിയിൽ അനസ് റളിയല്ലാഹു തആല ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കീരുട്ടിന്റെ നടുവിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലടാ സുപ്രവസ്ത്രധാരിയായി തേജസ്സാർന്ന മുഖത്തോടൊരു മനുഷ്യൻ നിൽക്കുകയാണ്. അത്രയും സൗന്ദര്യമുള്ള മനുഷ്യനെ ഹബീബായ നബിയല്ലാതെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല, ഒരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ചോദിച്ചു, അത്രേ ആരാണ് നിന്നെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടത്? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പേര് പറയാൻ എനിക്ക് അനുമാനം തന്നിട്ടില്ല, ഞാനൊന്നും മിണ്ടിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ആരാണ് നിന്നെ പറഞ്ഞു വിട്ടതെന്ന് പറ, അത് പറയാതെ ഞാൻ ദുആ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അനസ് റളിയല്ലാഹു തആല ഹബീബായ നബിയുടെ ചാരത്തെത്തി, യാ റസൂലല്ലാഹ്, പറഞ്ഞു വിട്ടത് ആരാണ്? പേര് പറയാതെ ആ മനുഷ്യൻ ദുആ ചെയ്യില്ല നബിയേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പറ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദാണെന്ന് പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു വിട്ടത് ലോകത്തിന്റെ പ്രകാശമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് ആ മനുഷ്യൻ മദീനയുടെ കൂരിട്ടിന്റെ രാത്രിയിൽ വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ ഹബീബായ നബിയുടെ അടുക്കലോട്ട് കടന്നു പോകുമ്പോ ആ മനുഷ്യൻ പറയുന്നത് കേട്ടു, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ജഅൽനി മിൻ ഹാദിഹിൽ ഉമ്മത്തി മർഹൂമാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ എന്നെയും ചേർക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്യപിച്ച് മതോന്മത്തനായി റബീഉൽ അവ്വൽ 12 പോലും ഇതാ റബീന്റെ പൊന്നമ്പടി തിങ്കൽക്കര വരാൻ പോവുകയാ. ലോകം മുഴുവൻ സലാത്ത് ഉയരാൻ പോവുകയാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ലോകത്തിലെ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുമ്പോ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ജനുവരി 25-26 തിരൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാ അവിടേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പൊന്നുമോനെ ചെറുപ്പക്കാരാ, നീ ആരാണടാ? നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആക്കണേ അല്ലാഹുവേ, എന്നെയും പെടുത്തണേ എന്ന് ദുആ ചെയ്ത ഉമ്മത്ത് മുഹമ്മദിൽ പെട്ട ഏറ്റവും നല്ല സമുദായത്തിൽ നിന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടില്ലേ? എത്ര സലാത്താ നീ ഇതിനെ ചൊല്ലിയത്, എത്ര സുന്നത്താ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? യാ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽനി മിൻ ഹാദിഹിൽ ഉമ്മത്തി മർഹൂമാ. റബ്ബേ, ഈ പ്രവാചകന്റെ സമുദായത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. റേഷൻ കാർഡിൽ മുസ്ലിം എന്ന് എഴുതിയെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന മഹാന് ആഗ്രഹിച്ച സമുദായത്തിന്റെ ലിസ്റ്റിലാ. എന്തേ ചെറുപ്പക്കാർ
ഇതാരാ മനസ്സിലാകുന്നില്ല? എന്തേ പെങ്ങളെ മനസ്സിലാകുന്നില്ല? കോഴിക്കോട് സാലിക എന്ന് പറയുന്ന പെണ്ണ് 4 വയസ്സുള്ള പൊന്നുമോളെയും 2.5 വയസ്സുള്ള പൊന്നുമോനെ കടുത്തറത്തു കൊന്നവത്രേ. എന്തെന്നറിയോ? അങ്ങാണ് കാമുകൻ രജിസ്റ്റർ ഓഫീസിൽ വരാമെന്ന് പറഞ്ഞത്. അവൻ വന്നില്ല. കാമുകൻ കബളിപ്പിച്ചപ്പോ പിഞ്ചോമനകളെ കടുത്തറത്തു കൊന്ന പെണ്ണ്. എന്തേ പെണ്ണെ നീ ആരാ? മിന്നുമ്മത്തി നബിയേ മുസ്തഫ. പൊന്നു ചെറുപ്പക്കാരാ, നമസ്കാരം പോലും ഉപേക്ഷിക്കുന്നവനെ, നീ ആരാണടാ? നീ ആരാണടാ കുട്ടിയെ? ലോകത്തിനെ കാത്തിരിക്കുന്ന മഹാന്, ആരും കാണാത്ത മഹാൻ, എന്നെയും പെടുത്തണേന്ന് ദുആ ചെയ്ത ഒരു സമുദായത്തിന്റെ അനുയായിയാ നീ. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. പറമോനെ അൽഹംദുലില്ലാഹ്. നീ ഞങ്ങളെ എതിരപ്പെടുത്തിയല്ലോ അല്ലാ. ഓടിച്ചെന്ന് ഞാൻ ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതാരാണ് നബിയേ? അതാരാണ് നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, വഹാദാ അഖീ ഖദർ, അതെന്റെ സഹോദരൻ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതെന്റെ സഹോദരൻ ഖദറാണ്, അതെന്റെ സഹോദരൻ ഖദറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയത്ത് ഹബീബായ നബി കണ്ടിട്ടുണ്ട് ഖദർ നബിയെ.